ഈ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പൊ ഇന്ന് എനിക്ക് അത്രക്കും പ്രിയപ്പെട്ട ഒരു ദിവസമാണ് ഗൈസ്. എന്താന്ന് വെച്ചാല് ഇന്ന് ഫിദന്റെ ബർത്ത്ഡേ ആണ്. നമ്മൾ അതിന് വേണ്ടിട്ട് പോവാണ്. അപ്പോ എനിക്കറിയില്ല, ഓളക്കാട്ടിയും കൂടുതൽ എക്സൈറ്റ്മെന്റ് ഞാനാട്ടോ. എന്താന്ന് വെച്ചാല് അതിന് കാരണമൊന്നുമില്ല, ഞങ്ങൾ പരിചയപ്പെട്ടിട്ടുള്ള ആദ്യത്തെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമുക്ക് കഴിയണ പോലെ മാക്സിമം എൻജോയ് ആക്കിയിട്ട് അത് എന്താ പറയാ കഴിക്കാൻ വേണ്ടിട്ട് നമ്മൾ പോവാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ ഇന്ന് ബർത്ത്ഡേ വിശേഷങ്ങളാണ്. അപ്പൊ ആദ്യമായിട്ട് ചാനൽ കാണുന്ന മുത്തുമണിയാളുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം ആദ്യം തന്നെ പറയട്ടെ, എല്ലാവർക്കും എന്റെ വിഷു ദിന ആശംസകൾ. ഇന്ന് വിഷും കൂടിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇതാണ് ഔട്ട്ഫിറ്റ് ഒക്കെ, അതാണ് കാണുന്നുണ്ടാവും. കറക്റ്റ് വീഡിയോ കുറച്ച് ക്ലാരിറ്റി ഒക്കെ കുറവുണ്ട് ഗൈസ്, ഒന്നും വിചാരിക്കണ്ട. അപ്പൊ ഗൈസ് ഞമ്മള് വണ്ടിയിൽ കയറി. ഇതൊക്കെ അവിടെ ഓൾറെഡി അവിടെ പെരിന്തൽമണ്ണ എത്തിയിട്ടുണ്ട് കേട്ടോ. ബസ്സിന് പോവാനേ ഞങ്ങൾ തീരുമാനമുണ്ട് ഗൈസ്. ഞങ്ങൾ പുട്ടി ഒലിച്ചെന്ന് കരുതിയിട്ട് ഞങ്ങള് കാറിൽ കയറി. ഇക്കാനോട് കാറിൽ കയറ്റി തരാൻ പറഞ്ഞു, ഒക്കെ പറയും. ഗൈസ് ഞങ്ങള് ബസ്സിന് പോവാനായിരുന്നു പ്ലാൻ കേട്ടോ. പക്ഷെ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊന്നും ഉണ്ടല്ലേ ഞാൻ പറയട്ടെ. അപ്പൊ സെറ്റിംഗ് സ്പ്രേ ഇല്ലാത്തോണ്ട് മേക്കപ്പ് കൊലിച്ചു പോയിച്ചിട്ട് ഞങ്ങള് കാറില് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടെ. ഞങ്ങള് പുട്ടിയൊന്നും അടിച്ചാറില്ല. അപ്പൊ ഒരു ഫൗണ്ടേഷൻ കോമ്പാക്ട് അതൊന്നും ഇട്ടിട്ടില്ല. പിന്നെ പാരമ്പര്യമായിട്ട് കുറച്ച് സൗന്ദര്യം ഉണ്ട് കേട്ടോ. അപ്പൊ പിന്നെ അങ്ങനെ താ നമ്മൾ അങ്ങാടിപ്പുറത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കുറേ ഫ്ലവേഴ്സ് കിട്ടും കേട്ടോ. നമുക്ക് ഏത് ഫ്ലവേഴ്സാണ് വേണ്ടിച്ചെങ്കിൽ അതൊക്കെ കിട്ടും. അപ്പം ഞാനൊരു റോസ് വാങ്ങാൻ വേണ്ടിയിട്ട് കയറിയതാണ്. അത് കണ്ടപ്പോൾ ഈ ഫ്ലവേഴ്സ് കണ്ടപ്പോൾ ഇതൊക്കെ ഞാൻ ഒറിജിനൽ ആട്ടൊക്കെ ഭയങ്കര ഇഷ്ടമായി ഗൈസ്. അപ്പം ഞാനിതാ ഒരു റോസ് എടുത്തിട്ടുണ്ട്. പിന്നെ എന്ന് വിഷു ആയതുകൊണ്ട് ഇക്കാക്കൊരു കണിക്കൊന്നത് പ്ലാസ്റ്റിക്കിൻ്റെയാണ്, അതും ഒന്ന് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അത് വാങ്ങിയിട്ട് വണ്ടി കയറിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാർസൽ വാങ്ങാനുണ്ട്, അതും കൂടി നമുക്ക് വാങ്ങണം. അത് നിയാസ് അവിടുന്ന് കുറച്ച് ചോക്ലേറ്റ് അയച്ചതുണ്ടായിരുന്നു, അത് അവൾക്ക് വാങ്ങാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ അത് വാങ്ങിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൂടെ വാങ്ങണം. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നേരെ ഞങ്ങൾ ഓളടുത്തേക്ക് പോണത്. ഞങ്ങൾ മുന്നിൽ വെച്ചിട്ടോ പൂവ്. ഞാൻ മൈലാഞ്ചി കെട്ടുക്കുന്നു കേട്ടോ. എന്താണ് ഇക്ക പൊസസീവ്നെസ്? പ്രാന്താണ് ഗൈസ്, പ്രാന്ത്. ബർത്ത്ഡേക്ക് വിളിച്ചില്ലാണ്ട് പ്രാന്ത്. അപ്പൊ ബാംഗ്ലൂരിന്ന് ഒരു സാധനം വന്നിട്ട് അത് വാങ്ങിട്ട് വേണം കേട്ടോ നമുക്ക് പോവാന്. പാർസലാണ്. സ്റ്റാൻഡിൽ തെരഞ്ഞു നടക്കുകയാണ് ഗൈസ് ഞങ്ങൾ ഇതിനെ. വർഷം കാറ് റെഡ് കാറോ? ഇവിടെ റെഡ് കാറ് ഓടെ നിർത്തിക്കോളൂ. റെഡ് കാറ് കണ്ടിട്ടുണ്ടാവും. അതാ നമ്മളെ കഥയിലെ കഥാപാത്രം നടന്നു വരുന്നു ഗൈസ്. ഹാപ്പി ബർത്ത്ഡേ. അതോ ഹാപ്പി ബർത്ത്ഡേ. അതോ ഹായ് ഹായ്. അങ്ങനെ അതാ ആൾക്കാരെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ വണ്ടി കയറ്റിട്ട് നേരെ നമ്മൾ കേക്ക് സ്റ്റുഡിയോക്ക് പോവാണ് കേട്ടോ. നല്ല എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ട്. കേക്ക് സ്റ്റുഡിയോ ഗൈസ്, കേക്ക് സ്റ്റുഡിയോ. അല്ല പിന്നെ അത് ക്ലോസ് ഒന്നല്ലല്ലോ, ക്ലോസ് ഒന്നല്ലല്ലോ. എവിടേക്കലൊക്കെ പോയിക്കോട്ടെ. എല്ലാതൊരു ക്ലിയർ ഒന്നുമില്ല, എന്നാലും പോന്നു. അതാ നമ്മള് കേക്ക് ഏതാ സെലക്ട് ചെയ്യണം? അത് നോ 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 നോ. ഗുഡ് ബോയ്. വാവ്. സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷമായിട്ട് എനിക്ക്. ഇങ്ങനെ ഒരു കേക്കിംഗ് കട്ടിങ്ങോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫ്രണ്ടോ എൻ്റെ ജീവിതത്തിൽ കടന്നു വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇങ്ങനെ ഒരാളെ കണ്ടുമുട്ടാനും പരിചയപ്പെടാനും അവസാനം നമ്മളെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാവാനും സാധിച്ചു. അതിന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു ഫിദ, താങ്ക് യു സോ മച്ച്.
പിന്നെ ഇതാ ഞാനും അതും കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് എപ്പോഴും ഉള്ളൊരു പ്രതിഭാസമാണ്. അടുത്ത ആംബിയൻസ് ഒക്കെ ഓക്കെ ആയിരുന്നു, സെറ്റായിരുന്നു കേട്ടോ. പിന്നെ ഇതാ നമ്മൾ ലോഡർ ഫ്രൈസും ജ്യൂസും പിന്നെ ക്ലബ് സാൻഡ്വിച്ചും അങ്ങനത്തെ ഒക്കെ ഫുഡ് ഐറ്റംസ് ആട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിച്ചു. പിന്നെ ഇതാ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ നേരം സംസാരിച്ചു. എന്തായാലും മാഷാ അല്ലാഹ് നല്ല അടിപൊളിയായിട്ട് ഒക്കെ കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു ബർത്ത്ഡേ? കുഴപ്പമില്ലാന്നോ? ഇത്രയും കഷ്ടപ്പെട്ട് വന്നിട്ട്. അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞു. അതെ, ആംബിയൻസ് അതെ പൊളിച്ച്. പിന്നെ ബദൂസൊക്കെ ഉള്ളത്, അപ്പൊ പിന്നെ പൊളി ആവണ്ടേ. അതെ ഗൈസ്, അപ്പം ഞങ്ങൾ വീട്ടിൽ പോവാണ്. പരിപാടി കഴിഞ്ഞിട്ട് നല്ല വെയിലാണ് പുറത്ത്. അല്ല അതോ അങ്ങനെ ഇതാ നമ്മൾ സ്റ്റാൻഡിൽ പോവാട്ടോ. ബസ് കയറി നേരെ വീട്ടിൽ പോകണം. അവർ പോയി ഗൈസ്. അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ വന്നു കേട്ടോ ബസ് കയറാൻ. പോയപ്പോൾ കാറിലായിരുന്നു, ഇപ്പോൾ ബസ് പോകേണ്ട അവസ്ഥ. പരിപാടിയൊക്കെ കഴിഞ്ഞു മാഷാ അല്ലാഹ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.